അവൻ മരണത്തിലേക്ക് മാത്രം നടന്ന വഴിയല്ല കുരിശിന്റെ വഴി, അവൻ ഉയിർപ്പിലേക്ക് പറന്നുയർന്ന വഴി കൂടിയാണത്. അവന്റെ സഹനങ്ങളുടെയും വീഴ്ചകളുടെയും യാത്ര മാത്രമല്ലിത്, പിന്നെയോ സഹനങ്ങളെ അനുഗ്രഹമാക്കിയ, വീഴ്ചകളിൽ ചാടി എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടർന്ന വഴി കൂടിയാണത്. അവൻ ജീവൻ വെടിഞ്ഞ മല മാത്രമല്ല കാൽവരി, അവൻ മരണത്തെ തോൽപ്പിച്ച മല കൂടിയാണ് കാൽവരി. ദൈവമേ, എന്റെ വീഴ്ചകളുടെ വഴികൾ കുരിശിന്റെ വഴിയാകാൻ, എന്റെ ദുഃഖങ്ങളുടെ മലകൾ കാൽവരിയാകാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയേ, നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഈശോയേ, നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. കർത്താവ് കുറ്റപ്പെടുത്താത്ത, വെറുതെ വിട്ട എത്രയോ പേരെയാണ് നമ്മുടെ മനസ്സിന്റെ കോടതി മുറികളിൽ നമ്മൾ ഇപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റുപറ്റിയവരോട് അവൻ ഒന്നേ പറയാനുള്ളൂ: ഇനിമേലിൽ നീ ഇത് ചെയ്യരുത്. തെറ്റ് കണ്ടെത്തിയവരോടോ: നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ. നീ എന്നെ കുമ്പിട്ടാരാധിച്ചാൽ ഈ കാണുന്നതെല്ലാം നിന്റേതാകുമെന്ന പിശാചിന്റെ പ്രലോഭനത്തെ തോൽപ്പിച്ച നാഥൻ മരണവിധിയിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പീലാത്തോസിന്റെ വാക്കുകളൊന്നും രക്ഷയുടേതല്ലെന്ന് മനസ്സിലാക്കുന്നു, കുലീനമായി അത് നിരസിക്കുന്നു. അപരന്റെ മനസ്സിൻ കോടതി മുറിയിൽ വിചാരണ നേരിടുമ്പോൾ വാദിക്കാനാരുമില്ലാത്ത നിൻ സങ്കടം ആശ്വാസമായി വരുന്നു. ന്യായീകരിക്കാനും പഴിചാരുവാനും പഴുതുകൾ തേടിടുന്ന മനുജന്റെ മാനസവൈകല്യം മാറുവാൻ ഈശോ നിശബ്ദനാകുന്നു. ഈശോയേ, നിന്റെ വിലതീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. പിതാവിന്റെ കയ്യൊപ്പുള്ള കുരിശുകളെല്ലാം രക്ഷയുടെ പാലങ്ങളാണെന്നും മറ്റാർക്കും നൽകാതെ ദൈവം എനിക്കായി സൂക്ഷിച്ചു മാറ്റിവെച്ച സ്നേഹസമ്മാനമാണെന്നും തിരിച്ചറിയാം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുരിശിന്റെ ഭാരം കൂടിയതായി തോന്നുന്നത്. ഒന്നുകിൽ പിതാവിന്റെ കരങ്ങളിൽ നിന്നും അത് സ്വീകരിച്ച് സ്നേഹിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ തീർത്ത കുരിശായതുകൊണ്ട്. തിന്മകൾ ഉപേക്ഷിക്കാം, സ്നേഹം നിറയ്ക്കാം. അമ്മയ്ക്കൊരിക്കലും തൻ്റെ തോളിലെ കുഞ്ഞ് ഭാരമല്ല, സ്നേഹമാണ്. ഈശോയ്ക്കൊരിക്കലും തൻ്റെ തോളിലെ കുരിശ്
ഭാരമല്ല, സ്നേഹമാണ്. സ്നേഹത്തിൽ ഭാരം മറക്കുന്നോരമ്മ തൻ തോളിലെ കുഞ്ഞിനെ പോൽ കുരിശെന്നു പോലും വിളിക്കാതെ നാഥൻ ലോകപാപം ചുമന്നു. നാഥന്റെ കൈകളിൽ നിന്നും വാങ്ങുന്ന കുരിശുകൾ കൃപകളാകും. മറ്റാർക്കും നൽകാതെ താതൻ കരുതിയ സ്വർഗീയ സമ്മാനമാകും. ഈശോയേ, നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. കുരിശിന്റെ വഴിയിൽ ക്രിസ്തു മാത്രമല്ല, പ്രലോഭകനും നമ്മെ അനുഗമിച്ചേക്കാം. തളർന്നു വീഴുന്നത് കർത്താവിന്റെ കരങ്ങളിലാകാൻ പ്രാർത്ഥിക്കാം. എങ്കിലേ ഈ യാത്ര പൂർത്തിയാകും. അവൻ ഉദ്ധാനം നൽകാൻ കഴിവുള്ളവനാണ്. വീണു പോകുന്നത് തിന്മയുടെ കരങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അവൻ നമ്മെ നിരാശയുടെ പടുകുഴിയിലെത്തിക്കും. കാൽവരി യാത്രയിൽ താതനിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചവൻ വീഴുകയാണെങ്കിൽ താതന്റെ കൈകളിൽ മാത്രമെന്നുറപ്പിച്ചവൻ. പരീക്ഷണവേളയിൽ പ്രലോഭകനിൽ തെല്ലും ഉപദേശം തേടിടാതെ ഈശോ തൻ ഹൃദയത്തിൽ മാത്രം ശരണം തേടുക ശീലമാക്കാൻ. ഈശോയേ, നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഒരു സ്ത്രീയിൽ നിന്ന് ഒരമ്മയിലേക്കുള്ള ദൂരമാണ് കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ളത്. സ്നേഹമായും വാത്സല്യമായും ത്യാഗമായും കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അമ്മ ഈശോയുടെ പുറകെയുണ്ട്. യുവത്വത്തിന്റെ ചാബല്യങ്ങളെല്ലാം ഈശോയുടെ തിരുമുറിപ്പാടുകളിൽ അമ്മ കാണുന്നു, നെഞ്ചിലേറ്റുന്നു. ഇങ്ങനെ പുറകെ നടക്കാൻ ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിന്റെ കാലിത്തൊഴുത്തിനും കാൽവരിക്കുമിടയിൽ അനേകം മക്കൾ ഒറ്റപ്പെടില്ലായിരുന്നു. കുരിശിന്റെ ചിറകിൽ കഴുകനെപ്പോലെ അവർ ചിറകടിച്ചുയരുമായിരുന്നു. ജന്മം കൊടുക്കും സ്ത്രീ മാത്രമല്ല ഒരമ്മയെന്നോർപ്പിക്കുവാൻ കുരിശോടെ മകനെ മനസ്സിൽ ചുമന്നവൾ സ്ത്രീയിൽ നിന്നമ്മയായി. യുവത്വം തളരുന്ന വഴികളെ അമ്മ മകനൊപ്പം നെഞ്ചിലേറ്റി. കുരിശിന്റെ ചിറകിൽ ഉയിർപ്പിനെ പുൽകാൻ കഴുകനെ പോലുയർത്തി.
പകരാം. ഈശോയേ, നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. അന്ന് ശമയോൻ ചോദിച്ചില്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പാപിയുടെ കുരിശ് ചുമക്കേണ്ടതെന്ന്? അവൻ അറിഞ്ഞില്ല ഇതവന്റെ പാപങ്ങളാണെന്ന്. അവന്റെ തന്നെ രക്ഷയ്ക്ക് ഈ കുരിശ് കാരണമാകുമെന്ന്. നാം ചോദിക്കാറില്ലേ, എത്ര നാളായി സഹിക്കുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? അനുദിന കുരിശുകൾ എടുക്കുമ്പോൾ മറ്റുള്ളവരെയല്ല, നമ്മെ തന്നെയാണ് നാം സഹായിക്കുന്നതും രക്ഷിക്കുന്നതും. സ്നേഹത്തോടെ കുരിശുകളെ ആശ്ലേഷിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിയില്ല ശിമയോന് അവനുടെ പാപങ്ങൾ തീർത്തൊരു കുരിശിതെന്ന്. അറിയില്ല ശിമയോന് അവനുടെ രക്ഷയായി തീരുമീ കുരിശിതെന്ന്.